എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തുവെന്നും ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താണ് കേസ്, ഇനി ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മറ്റുള്ളതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സീനോട് പറഞ്ഞു, ഇതിൻ്റെ FIR ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സൈബർ ക്രൈമാണ്, നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. സാജനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു, സാജനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതുകൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്? ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി? അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് നീതി നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് FIR ഇട്ട് കിട്ടിയിട്ടില്ല വെച്ചാൽ ഞാൻ എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയേ ഇല്ല. കാരണം ഈ സ്ത്രീ എന്തിനാണെന്ന് എനിക്കറിയില്ല, നിരന്തരം എന്നെ പുറത്ത് നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത്. അതൊരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും കൂടെ പെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട്. അതേപോലെ ഷഫീന ബീബി, ഇവർ 3 പേരോട്. അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി. ഞാൻ ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല. അപ്പോൾ അവർ നമ്മുടെ ഇവിടുന്നില്ലേ കൊല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും, FIR ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്നാൽ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത്, അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാച്ചാലും ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളെ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ഇതിന് ഫേക്കാണെന്ന് പറയേണ്ട മോനെ വണ്ടിപ്പോട്ടെ ഇതൊന്നും എടുത്തുണ്ട, ഷീറ്റ് എടുത്തുണ്ട, ഇത് വെറുതെ കയ്യിൻ്റെ മുകളിൽ കെട്ടിയതാണെന്ന് പറയണ്ട. എനിക്ക് സമൂഹത്തിനോടൊന്നേ പറയാനുള്ളൂ, ഈ RSSലും BJPയിലും മരിക്കുന്ന ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന താടക ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ മക്കളുടെയും മരണം കണ്ടിട്ട് മാത്രമേ ആ സ്ത്രീ അടങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ ഇപ്പം നിന്നുകൊണ്ട് കിടക്കുന്നത്. നിരന്തരം ഞാൻ ഹണി ട്രാപ്പുകാരിയാണ്, 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് നിരന്തരം പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ വെച്ചു 7 പവൻ്റെ മാല കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽ കൊണ്ട് തന്നാൽ മോനെ ഒന്ന് പരാതിപ്പെട്ടതിൻ്റെ റെസിപ്റ്റ് എടുക്കും. രണ്ടാമത് പറഞ്ഞു 1 കോടി രൂപ വരുന്ന വീടും സ്ഥലവും ഞങ്ങൾ തരാം, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒന്ന് കൊണ്ടാകും. ഞാൻ കൊടുക്കാത്ത കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണുങ്ങൾ നിരന്തരം പോസ്റ്റ് ഇടുന്നത്. എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ലസിത പാലക്കൽ എന്നതിന് സമ്മതിക്കുന്നില്ല. ഇനിയും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അത്രമേൽ വിഷമം സഹിക്കാൻ പറ്റാനിട്ടാണ് ഞാനിങ്ങനെ ഒരു കടകൾ ചെയ്യാൻ ശ്രമിച്ചത്. ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നതിൻ്റെ സകല ക്ഷേത്രങ്ങളും കാര്യങ്ങളുമാണ്. വെറുതെ പറയല്ല, താലൂക്ക് ഹോസ്പിറ്റലിലാണ്. താലൂക്ക് ഹോസ്പിറ്റലിൽ ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇതായിരുന്നു മോനെ, ഇതല്ല വേറൊന്ന്, ഇത് ഗുരുവായൂരത്തേതാ. അപ്പോൾ ഞങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് പരാതിയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, പുറത്തായി നടക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ചിത്രം വരയ്ക്കുന്നു, വിൽക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വിഷയമില്ല എന്ന് പറയുന്നത്, പിന്നീട് പറയുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നത്, ഗുരുവായൂർ പോകുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നത്, ഗുരുവായൂർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോകാതിരിക്കുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നത്. അത്രമേൽ ടോർച്ചർ ചെയ്യാൻ ഇനി ഞാൻ എവിടെയാണ്, പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എവിടെ വേണമെങ്കിലും ഞാൻ പോയി പരാതിപ്പെട്ടോളാം. ഈ ലസിത പാലക്കൽ എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. ആ സ്ത്രീക്ക് എന്തിൻ്റെ ഗുരുവാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫാമിലി ഇന്നലെ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, ഹോസ്പിറ്റലായിട്ട് കളിച്ചതാണ്. ഇവിടെ എൻ്റെ മക്കളും എല്ലാവരും മെൻ്റലി ടോർച്ചറായിട്ട് ലസിത പാലക്കലിനെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈൻ്റാണ്. റെസിറ്റാണ് ഇത് FIR ഇടുന്നു പറഞ്ഞപ്പം സ്ത്രീ പറഞ്ഞ് ഞങ്ങൾ അവിടെ വിളിപ്പിച്ചിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് അവിടെ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും മനുഷ്യൻ എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതേപോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലസിത പാലക്കൽ ഇനി അവൻ്റെ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. വ്യാജ പ്രചരണം നടത്തിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈ കൂപ്പിയിട്ട് ഞാൻ പറയാം, ലസിത ഒന്ന് പ്ലീസ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് വെറുതെ വിടണം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നിനക്ക് കുടുംബം നശിപ്പിച്ച് നല്ല ശീലമുണ്ട്, എന്ന് വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതാക്കരുത്. ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ട് തന്നെ വല്ല തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും മരിച്ചോളാം. ഞങ്ങൾക്ക് അത്രയ്ക്ക് സമാധാനമാണെങ്കിൽ 2 വർഷത്തോളായിപ്പം ഈ ലസിതൻ്റെ ടോർച്ചറിങ് ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് വയ്യാത്തോണ്ട് ചെയ്തു വെച്ചത്. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അജഞ്ചല കൃഷ്ണ ഭക്ത ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരത്തേക്ക് ഇത് നല്ല പഴയുള്ള പരിപാടിയൊന്നുമല്ല. പുള്ളിക്കാരത്തേക്ക് തുപ്പിയാലും അപ്പോഴേ ആത്മഹത്യാ ശ്രമം ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അതേക്കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേക്കുറിച്ച്
പിന്നീട് പറയാം. ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 2 ദിവസം മുമ്പ് ഈ പുള്ളിക്കാരത്തി വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ലസിത പാലക്കൽ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ലസിതയുടെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും, അങ്ങനെയെങ്കിലും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വലിയ വീരവാദത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒരു പക്ഷേ അവരുടെ ചാനലിൽ ഇപ്പോഴും ഉണ്ടാവാം. അപ്പോൾ അത് പോയി നോക്കുന്നവർക്ക് അത് മനസ്സിലാവും. അത് വ്യക്തമായിട്ട് തന്നെ അവരതിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് പിന്നെ ലസിതയ്ക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ കൃഷ്ണഭക്ത പറയുന്നുണ്ടെങ്കിൽ പോലും, കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നെ ഒട്ടിച്ചിട്ടടിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാലും പോട്ടെ, അങ്ങനെ എന്നെ പറഞ്ഞ് ശീലിച്ചു പോയി, ബാലാമണി താത്ത എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പോൾ എന്തായാലും ഇവർക്കൊരു സ്വഭാവം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷമുണ്ടെങ്കിൽ അവരുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇവരുടേത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഇവർക്ക് എന്നോടായിരുന്നു അങ്കക്കലി. ഇന്ന് ലസിതയെയും ഷെഫീന ബീഗത്തെയും എങ്ങനെയാണോ കാണുന്നത് അതിൻ്റെ 10 മടങ്ങ് വൈരാഗ്യത്തോടു കൂടിയായിരുന്നു ഇവർ എന്നെ കണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഇവരൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയും അവരുടെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവുണ്ണി ആയിരിക്കും എന്ന് അവരുടെ ചാനലിൽ വന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം അവർക്കിത് ആദ്യത്തെ കേസൊന്നുമല്ല. അവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആത്മഹത്യാശ്രമം. ശരിക്കും എനിക്കിത് അവർ ആത്മഹത്യ ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോയിൽ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അതായിരുന്നു, ലസിത പാലക്കലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആത്മഹത്യ ചെയ്യാനും മടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് പേഴ്സണലി അവരോട് യാതൊരുവിധ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. കാരണം ഇവർ ഗുരുവായൂരിൽ കയറി നിരങ്ങിയ സമയത്തും കേക്ക് കട്ട് ചെയ്ത സമയത്തും റീൽസ് എടുത്ത് കറങ്ങിയ സമയത്തൊക്കെ എല്ലാവരും അവരെ പറ്റിയിട്ട് നല്ല വൃത്തിക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തെറി വിളിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ തെറി വിളിക്കാതെ തന്നെ ഞാൻ ഇവരെ പറ്റി നന്നായിട്ട് പോയിന്റുകൾ എടുത്ത് പറഞ്ഞു തന്നെ, ഇവരുടെ ഓരോ കുറ്റങ്ങളും എടുത്തു പറഞ്ഞ് തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒട്ടും പിടിക്കാതെ വന്നത് എൻ്റെ റിയാക്ഷൻ വീഡിയോകളായിരുന്നു. അത് ഒരു പക്ഷേ ഞാൻ അവരെ പോലെ തന്നെ ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചില്ല. പ്രത്യേകിച്ചും ഞാൻ തമ്പനയിൽ വെച്ചത് 1-2 വീഡിയോകളിൽ ഊടായ്പ് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് അവർക്ക് തീരെ ദഹിച്ചില്ല. അതേസമയം മറ്റുള്ളവരൊക്കെ ഇവരെ ഊടായ്പ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അവരെന്നെ പറ്റിയിട്ട് ഡെയിലി വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്തിന് എൻ്റെ 72ഓളം വയസ്സുള്ള എൻ്റെ അച്ഛനെ പോലും അവർ വെറുതെ വിട്ടില്ല. അധിക്ഷേപങ്ങളും തെറിവിളികളും ഇങ്ങനെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ, നിന്റെ അച്ഛനെ ഞാൻ ഹണി ട്രാപ്പിൽ പെടുത്തിയോടി, നിന്റെ രണ്ടാനമ്മയാവാനായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞോടി എന്നും പറഞ്ഞ് എന്തോരം അധിക്ഷേപങ്ങളാണ് ഈ പറയുന്ന ലേഡി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അത്രയ്ക്ക് മേൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ പിന്നീടാവട്ടെ. ഇപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അവർ മരിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്തായാലും മരിക്കാൻ വേണ്ടി ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവർക്കിപ്പോൾ പട്ടാപ്പകൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മരിക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തിന് അവരുടെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പേപ്പിടി കാണിപ്പ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കാണിക്കുന്നതിന് പേപ്പിടി കാണിപ്പ്. അതായത് ഞാൻ ചത്താലും വേണ്ടില്ല മറ്റുള്ളവർ വെട്ടിലാവണം എന്നൊരു ചിന്താഗതി. അതിലാണ് ഇവരിങ്ങനെ. അപ്പോൾ ഇവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പടി, ഹോസ്പിറ്റലിൽ എടുത്ത ഒരു ടോക്കൺ, അതായത് ഡോക്ടറെ മരുന്ന് കുറിച്ച് ഒരു പേപ്പർ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പർ നിങ്ങൾ എത്ര പേര് സൂക്ഷ്മമായിട്ട് നോക്കി എന്നറിയില്ല എനിക്ക്. ആ ഒരു പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും ഇവർക്ക് എന്ത് മെഡിസിനാണ് കൊടുത്തത്, ഡോക്ടർ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊരു കാര്യം. കാരണം ഇന്നത്തെ കാലത്ത് അത് മനസ്സിലാക്കുന്നതിന് ഒരുപാട് വിദ്യാഭ്യാസമൊന്നും വേണ്ട. നിങ്ങളിൽ ഓരോരുത്തരെടുത്ത് ഞാൻ ആ ഒരു ഡോക്ടർ കുറിച്ച ആ ഒരു കുറിപ്പടി ഞാൻ ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. അതെടുത്ത് നിങ്ങൾ നോക്കുക. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ത്രീയെ പറ്റി ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് കൊടുത്ത ഡോക്ടർ കഴിക്കാനായിട്ട് കൊടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മുറിവിനുള്ള ഒരു വേദനയ്ക്കുള്ള ഒരു മെഡിസിനും ഒരു ഗ്യാസിൻ്റെ മെഡിസിനും അതുപോലെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും. സാധാരണ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് മെഡിസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിനകത്ത് ഡോക്ടർ എഴുതിയിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇവർക്ക് എന്തോ ഇവരായിട്ട് സ്വന്തമായിട്ട് എന്തോ മുറിവുണ്ടാക്കിയിട്ടുണ്ട് ദേഹത്ത്. ഇത് അവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു മുറിവുണ്ടാക്കുന്നത്. ഇതിനു മുമ്പും ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സൈക്യാട്രിയെ കാണിക്കണം എന്നാണ് ആ ഒരു കുറിപ്പടിയിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും എനിക്കിത് ഉണ്ടാക്കി പറയാൻ പറ്റില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആടിനെ പട്ടിയാക്കുന്ന വ്യക്തിയാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ ലേഡി. എനിക്ക് ഇല്ലാത്ത
കാമുകനെയൊക്കെ അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾ, ഞാൻ കേട്ടിട്ടില്ലാത്ത ആൾ, എനിക്ക് അറിയാത്ത ഒരാൾ, ആ ആളിനെ എനിക്ക് എൻ്റെ കാമുകനായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സംഭവം മറ്റൊന്നുമല്ല, ഇവരുടെ ചാനലിൽ വന്നിട്ട് ഇവരുടെ വീഡിയോകൾ ഇഷ്ടപ്പെടാതെ ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ എന്ത് പറഞ്ഞ് കമൻറ്റ് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല, അവർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ ലൈവിൽ വന്ന് ഇവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എൻ്റെ കാമുകനാക്കി. ഞാൻ അറിയാൻ കൂടി ചെയ്യാത്ത ഏതോ, ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ്, ഇത് മലപ്പുറത്താണെന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെ അവരെനിക്കൊരു ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ വഴി എനിക്കൊരു കാമുകനെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കെട്ടിയനും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതെനിക്ക് വിഷയമുണ്ടായിരുന്നില്ല. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഹണി ട്രാപ്പുകാരിയാണ്, എൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന് അവർ പറഞ്ഞു. ഇപ്പോഴെന്താ അവരുടെ പേരിൽ കേസുണ്ടെന്ന് ലസിത പലക്കിൽ പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് പുട്ടുവിറയ്ക്കുന്നത്? എന്തിനാണ് അവർക്ക് വിറയിൽ വരുന്നത്? എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത, ഒരു പോലീസ് സ്റ്റേഷൻ്റെ കയറിയിട്ടില്ലെന്നല്ല, ഒരിക്കൽ കയറിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ എൻ്റെ അമ്മയുടെ എന്നെയും കൂടെ പൈസ തട്ടിച്ച ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരൊറ്റ കാര്യത്തിന് പോലും കയറിയിട്ടില്ലാത്ത, പോലീസ് സ്റ്റേഷൻ ഉൾഭാഗം എന്താണെന്ന് അറിയാതെ എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി, ഹണി ട്രാപ്പിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസുകൾ കിടപ്പുണ്ടെന്നാക്കി. പിന്നെ അതുകൊണ്ട് മാത്രം അവരടങ്ങിയില്ല. പിന്നെ ഉണ്ടായിരുന്നു എൻ്റെ കെട്ടിയോൻ എന്നെ ഉപേക്ഷിച്ച് പോയി, എൻ്റെ കെട്ടിയോൻ എൻ്റെ കൂടെ അല്ല. ഇനി ഈ സ്ത്രീയുടെ ഒപ്പമാണോന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, അതേ എനിക്കറിയാവൂ. അപ്പോൾ പിന്നെ എന്തായാലും പകൽ സമയത്ത് അദ്ദേഹം ജോലിക്ക് പോകാറുണ്ട്, രാത്രി വീട്ടിൽ വരാറുണ്ട്. പകൽ സമയത്ത് ഈ ലേഡിയുടെ പോകണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും ഇവരെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറന്ന് പോകാനുള്ള ചിറകുകളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ പെണ്ണുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നീട് ബോഡി ഷെയ്മിങ്ങിൻ്റെ അങ്ങേയറ്റമാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അത്രയും അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു വരികയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെന്തായി പോകും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ വ്യക്തമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ കുഞ്ഞുങ്ങളെ കൊല്ലും, അവർ കുഞ്ഞുങ്ങളെ കൊന്ന് അവർ ആത്മഹത്യ ചെയ്യുമെന്ന് അവർ തീർത്തും പറയുന്നുണ്ട്. അത് മാത്രമല്ല, അത് ആത്മഹത്യ ചെയ്യുന്നതേ തെറ്റാണ്. ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവരുടെ കാര്യത്തിൽ എന്തുകൊണ്ടോ അത് നടന്നില്ല. പോട്ടെ, സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ ചിലപ്പോൾ വെല്ലുവിളിയിലൊക്കെ നടത്തിയിട്ട് വെറുതെ കാണിച്ചു കൂട്ടുന്ന പ്രഹസനമാണ്. അത് പോലീസുകാർക്കും അറിയാമായിരിക്കും പ്രഹസനമാണെന്ന്, അതുകൊണ്ടായിരിക്കും ആരും കേസെടുക്കാഞ്ഞത്. അത് പോട്ടെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവർ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കേസെടുക്കും കുട്ടികളെ കൊന്നു ചാവും എന്ന് പലവട്ടം അവരവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ലാസ്റ്റ് അവർ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ പെട്രോൾ ഒഴിച്ച് അവർ കത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നമ്മുടെ ഇതിപ്പോൾ കേൾക്കുന്നതിൽ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആളുകൾ ചൈൽഡ് ലൈനെ വിവരം അറിയിക്കുക. കാരണം മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഇവരുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് നിങ്ങളൊന്ന് കണക്കാക്കൂ. ഒന്ന് ഓർത്ത് നോക്കൂ. കുഞ്ഞുങ്ങളെ കൊല്ലും എന്ന് ഒരമ്മ പറയുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്. പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരുണ്ട് ഇന്നത്തെ കാലത്ത്. എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊന്ന അമ്മ, കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നു, അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കുട്ടികൾ മൈനർ ആയതുകൊണ്ട് ദയവ് ചെയ്തത് കാണുന്ന ശിശുക്ഷേമ വകുപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഈ അമ്മയുടെ ഭാഗത്ത് നിന്നും കുഞ്ഞുങ്ങൾ ഒരിക്കലും, എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ കൈകളിൽ ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പിന്നാലെ നടന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഒടുവിൽ ഇവർ പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ, എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഉത്തരവുണ്ണിയായിരിക്കും എൻ്റെ എന്താണ് മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിട്ട് ഇരിക്കുന്ന ഒരു ലേഡിയാണ്. അത് മാത്രമല്ല, ഇത് ഞാൻ മറ്റൊരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല. പക്ഷേ കുഞ്ഞുങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഇവർ ഈ കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ടാണ് അവിടെ ഭയങ്കരമായ തെറികൾ, സെക്ഷുവലായിട്ടുള്ള വാക്കുകൾ അത്രയും പറയുന്നത്. എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ മുൻനിർത്തിയാണ്. ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, കുഞ്ഞുങ്ങളെ ചെറുതിലെ ഇത്രയും വൃത്തികേടുകളൊക്കെ കുഞ്ഞുങ്ങൾ കേൾക്കെ പറഞ്ഞ്, കുഞ്ഞുങ്ങളെ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ കുഞ്ഞുങ്ങൾ കേൾക്കെ വൃത്തികേടുകൾ പറഞ്ഞ് വളർത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറിയുമില്ലാതെ സംസാരിക്കുന്ന ഈ ഉമ്മ പറയുന്നത് കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഒരു അഭാനോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒന്ന് ആയിപ്പോയാൽ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. കാരണം എനിക്കുമുണ്ട് മക്കളെ, 2 കുട്ടികൾ എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും മക്കളെ പ്രസവിക്കുന്നതും വേദനയോടുകൂടിയാണ് വളർത്തുന്നതിനും ഒരുപാട് കഷ്ടപ്പാടുകൾ എല്ലാ അമ്മമാരും ഉമ്മമാരും എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റി പോവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു കുഞ്ഞ് വഴിതെറ്റി പോയി എന്നറിഞ്ഞാൽ അതിനർത്ഥം ഒരു സമൂഹം വഴിതെറ്റി എന്നാണ്. ഒരു കുഞ്ഞു മതി ഒരു സമൂഹത്തെ നശിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റി പോകരുത്.
ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ടുള്ള തെറിവിളി അപാരപ്പെട്ട തെറിവിളികളാണ്. അത് ഈ ലേഡിയും അങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാവരും കാണുന്നുണ്ട്, കണ്ണുള്ളവർ തന്നെയാണ്, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഈ ലേഡിയുടെയും സഹോദരൻ എന്ന് പറയുന്ന അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കൂടി ചേർന്നിരുന്ന് പറയുന്ന വാക്കുകളൊക്കെ ശരിക്കും അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ്. എങ്ങനെ ഒരു സഹോദരൻ്റെ മുന്നിലിരുത്തി അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ മുന്നിലിരുത്തി ഒരു സഹോദരൻ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ നമുക്കറിയില്ല. അതുപോലെ ഒരു സഹോദരൻ്റെ കൂടെ ഒരു സഹോദരിക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയാൻ തോന്നുന്നു എന്ന് വെച്ചാൽ നമുക്കറിയില്ല. അത്രത്തോളം മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവർ ഇപ്പോൾ പറയുന്നു, നമുക്ക് എനിക്ക് ഇറങ്ങി നടക്കാൻ വയ്യ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, നാണക്കേട് മാനക്കേട് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇമ്മാതിരി അപരാധം വിളിച്ച് പറയുമ്പോൾ നിനക്ക് നാണക്കേടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോഴെന്താ നീ നല്ലതാണെന്നാണോ വിചാരിച്ച് വെച്ചിരുന്നത്? സോഷ്യൽ മീഡിയ പുള്ളിങ് ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണെന്ന് പലവട്ടം പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്? സോഷ്യൽ മീഡിയയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, അതാണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഉണ്ട്. പക്ഷേ നീ എന്താണ് ചെയ്യുന്നത്? നീ വെറുതെ ഇരുന്ന് ചൊറിയാണ്, മറ്റുള്ളവരെ ചൊറിഞ്ഞ് മാന്തി അല്ല. ഇപ്പോൾ നിനക്ക് വിഷമവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന സഹോദരി അവരുടെ മകന് ഒരു ഉമ്മ കൊടുത്തു. അത് 15 വയസ്സുള്ള മകനും ഉണ്ട്, അവർക്ക് 30 വയസ്സുള്ള ഒരു മകനും ഉണ്ട്. ഇനി മക്കൾക്ക് 50 വയസ്സായാലും 100 വയസ്സായാലും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും മക്കൾ തന്നെയാണ്. അപ്പോൾ ആ കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തപ്പോഴത്തേക്ക് അവരെ കുറിച്ചിട്ട് വൃത്തികെട്ട സെക്ഷുവലായിട്ട് വാക്കുകൾ നീ എത്രയോ തവണ നീയും നിന്റെ സഹോദരനും ഇരുന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എത്രയോ തവണ. അപ്പോൾ നിനക്ക് വേദനയൊന്നും തോന്നിയില്ലേ? അപ്പോൾ മറ്റുള്ളവരിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എതിരാളിയായിട്ട് വരുന്ന ആരോ അവരുടെ വായ അടപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മേലൊരു കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കു വഴി. അത് മാത്രമാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം എന്ന് ഞാൻ എവിടെയും പറയും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഒരു സമയത്ത് ഇവൾ എന്നെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ എന്നെ എന്തുമാത്രം മാനസികമായിട്ട് വേദനിപ്പിക്കാമോ അതിൻ്റെ അത്രയും തന്നെ അവൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഒരു കാര്യമാണ്, അതായത് ഇനിയെങ്കിലും ആരെയും വിമർശിക്കാതെ മര്യാദയ്ക്ക് നീ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി നീ മര്യാദയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ലസിതയോടായാലും ഈ പറയുന്ന ജസ്നയോടായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സോഷ്യൽ മീഡിയയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പുണ്ണാക്കാൻ നിൽക്കാണ്ട് മിണ്ടാണ്ട് വായിൽ നാക്കിട്ട് ഒരിടത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ജസ്നയോട് എല്ലാം തുടങ്ങി വെച്ചത് ജസ്ന തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്, കാരണം എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് ഈ എന്നിട്ട് ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഉടായ്പെന്നല്ലേ പറഞ്ഞു, നിങ്ങൾ അതിനപ്പുറത്തേക്ക് തെറി വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ വാക്കാണ്. കമൻറ്റ് വഴിയായിട്ട് അവരവരുടെ ചാനലിൽ ഇരുന്ന് പറയുന്നു, ഞാൻ എൻ്റെ ചാനലിൽ ഇരുന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അവർ റിയാക്ട് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, അങ്ങനെ പലതും പറയും, പക്ഷേ നീ ഉണ്ണി എന്നെ പറയരുത് എന്നായിരുന്നു ഇവർ അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ ഇനി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു ഉമ്മയുടെ കൈകളിൽ ഈ കുട്ടികൾ എത്രത്തോളം ഭദ്രമാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ കൊയിലാണ്ടി പോലീസിൻ്റെ കൂടെ ഇവർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു ചാവും എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തില്ല എന്ന് എനിക്കറിയില്ല. അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം അവർ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത് പോലും തെറ്റാണ്. പോട്ടെ, അവരവരുടെ ദണ്ഡം കൊണ്ടോ മനപ്രയാസം കൊണ്ടോ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. പക്ഷേ പോലീസിൻ്റെ കൂടെ ഞാൻ എൻ്റെ മക്കളെ കൊന്നു മരിക്കും, എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ നിയമപാലകർ എന്തുകൊണ്ടാണാവോ മിണ്ടാണ്ട് നിന്നത്? അറിയില്ല. അത് അവിടെ ഒരു ചോദ്യമാണ്. എന്തായാലും കുഞ്ഞുങ്ങളെ കൊല്ലാനൊന്നും ആർക്കും അവകാശമില്ല, സ്വന്തം ജീവിതം കളയാൻ പോലും അവകാശമില്ല. അപ്പോഴാണോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? എന്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടുന്ന നിലപാടുകൾ വേണമെന്നുള്ളവരെടുക്കുക, അത്രേ പറയാനുള്ളൂ.